വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ സംഘർഷം അതൊരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ അമേരിക്ക കൂടെ ഇതിൽ പങ്കാളികളായതുകൊണ്ട് തന്നെ ഇനിയൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് എത്തിയാൽ പോലും നമ്മളൊന്നും അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ വേണം നിലവിലുള്ള ഒരു സാഹചര്യത്തെ മനസ്സിലാക്കാൻ. പക്ഷേ ഇറാനെതിരെ ഉണ്ടായ ഒരു ആക്രമണം, പലസ്തീനിന് പിന്നാലെ ഇറാനെയും ലക്ഷ്യമിട്ട ആക്രമണം ഇസ്രയേൽ തുടങ്ങി കുറേ നാളുകളായി. പക്ഷേ അപ്പോഴൊക്കെ ഇസ്രയേൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഇതിൽ US-നെ പങ്കാളികളാക്കുക, US-ഉം അതിനെ കാലെടുത്ത് വെക്കാൻ കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രപ്രധാനമായ ഒരു കാര്യം. അത് തന്നെയല്ലേ ഇത് ശരിക്കും നടന്നിരിക്കുന്നത്? ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ആഗ്രഹിച്ച പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയല്ലേ ഈ ഒരു ആക്രമണം? ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഞാനും കാണുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്താണോ ആഗ്രഹിച്ചത് ഏതാണ്ട് അതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു വരികയാണ്. 10 ദിവസം പിന്നിടുമ്പോൾ, യുദ്ധം 10ാം ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അമേരിക്ക ഇസ്രായേലിന് അനുകൂലമായി ആക്റ്റീവായി രംഗത്ത് വരുന്ന കാഴ്ച ബെഞ്ചമിൻ നെതന്യാഹു ഒരുപക്ഷെ മുൻകൂട്ടി കണ്ടതാണ്. ഒരു മുൻധാരണ പ്രകാരമാണോ ഇത് സംഭവിച്ചിരിക്കുന്നത്, അതോ സാഹചര്യങ്ങൾ അമേരിക്കൻ ഇടപെടൽ അനിവാര്യമാക്കി മാറ്റിയോ എന്നതാണ് പ്രത്യേകത. നോക്കൂ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ: പരമാവധി ആക്രമണം നടത്തുക. പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാകും. ഇറാൻ ശക്തമായ രാജ്യം തന്നെയാണ്. ഇറാന് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ക്രൂസ് മിസൈലുകളുണ്ട്, ശക്തമായ മിസൈൽ സംവിധാനമുണ്ട്. അവിടെ ഇറാന്റെ ആക്രമണം പ്രതീക്ഷിക്കുന്നു. ഒരു ഘട്ടം കഴിയുമ്പോൾ ജൂതരാഷ്ട്രം ഏതെങ്കിലും കാരണവശാൽ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് അനുഭവിച്ചാൽ ഉറപ്പായി അമേരിക്ക തങ്ങളോടൊപ്പം വരേണ്ടി വരും. അമേരിക്കയുടെ പൊതുജനാഭിപ്രായം എന്താണെങ്കിലും, ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് എന്താണെങ്കിലും, മാഗ ക്യാമ്പയിനിലെ ആളുകൾ എന്തു പറഞ്ഞാലും ശരി, അമേരിക്കയ്ക്ക് മറ്റൊന്നും ചെയ്യാനാവില്ല. അതിശക്തമാണ് ജൂയിഷ് ലോബിയുടെ, അമേരിക്കയുടെ ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിന് മേലുള്ള സ്വാധീനം. ഏതാണ്ട് ഇത് പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ പ്രവർത്തിച്ചു കാണുന്നത്. 3 ആണവ നിലയങ്ങൾ, അസ്ഫഹാനിലെ ആണവ നിലയം, ഫർദോയിലെ ആണവ നിലയം, അതുപോലെ നഥാൻസിലെ ആണവ നിലയം, അത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആഴത്തിലുള്ള 60 മീറ്ററിലധികം ആഴമുള്ള ഭൂഗർഭ അറകൾ, ഈ ആണവായുധങ്ങൾ അല്ലെങ്കിൽ ആണവ മിസൈൽ മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പരീക്ഷണശാലകളും ഇടങ്ങളും എല്ലാം തന്നെ ആക്രമണ വിധേയമായിരിക്കുന്നു. ഇതിനർത്ഥം എന്താണ്? ഇസ്രയേലിന് ഒറ്റയ്ക്ക് ചെയ്യാൻ ആവാത്ത ചില കാര്യങ്ങളുണ്ട്. ഇസ്രയേലിന്റെ കൈവശം B-2 ബോംബേഴ്സ് ഇല്ല എന്ന് ഓർക്കണം. ഇസ്രയേലിന്റെ കൈവശം GBU-57 എന്ന് പറയുന്ന അതീവ മാരകശേഷിയുള്ള പെനിട്രേഷൻ കപ്പാസിറ്റിയുള്ള ബോംബുകളുമില്ല. ഇത് രണ്ടും നിലവിൽ ലോകത്തുള്ള ഏക രാജ്യം അമേരിക്കയാണ്. അത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോൾ ആക്രമണം നടന്ന് കൃത്യം 3.5 മണിക്കൂറിനുള്ളിൽ, ഇന്ത്യൻ സമയം 4 മണിയായി ആയപ്പോഴാണ് ആക്രമണം നടന്നത്. കൃത്യം 7:30 മണി, ഇന്ത്യൻ സമയം 7:30 മണിയായപ്പോൾ ലോകത്തോടായി ഡൊണാൾഡ് ട്രംപ് തുറന്നു പറഞ്ഞൊരു കാര്യമാണ്: ഞങ്ങളുടെ കൈവശം ഇങ്ങനെയുള്ള ആയുധങ്ങളുണ്ട്, അത് പ്രയോഗിക്കാനുള്ളതാണ്, അത് പ്രയോഗിച്ചിരിക്കുന്നു. അത് ഈ സ്റ്റേറ്റ് സ്പോൺസേർഡ് ടെറർ തന്നെയാണ് അവിടെ നടക്കുന്നത്. തിന്മയുടെ അച്ചുതണ്ടെന്ന് പണ്ട് ബുഷ്, തന്റെ മുൻഗാമിയായ ജോർജ് ബുഷ് സൂചിപ്പിച്ച അതേ ഇറാൻ ഇപ്പോൾ ഒരു പരിധി കടന്നിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്ക ആക്റ്റീവായി രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രയേലിനെ പ്രശംസിച്ചുകൊണ്ടും ഇസ്രയേൽ നടത്തുന്ന പോരാട്ടത്തെ ന്യായീകരിച്ചുകൊണ്ടും അമേരിക്ക നടത്തിയ പോരാട്ടം അനിവാര്യമായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടും, ഒരുപക്ഷെ ഇത് വൺ ടൈം അറ്റാക്ക് ആണെങ്കിലും ഇത് തുടരുമെന്ന് സൂചിപ്പിച്ചുകൊണ്ടും ട്രംപ് പ്രസംഗം നടത്തിയപ്പോൾ കൃത്യമായ സൂചനയാണ്: ഏതറ്റം വരെ പോയും ഇസ്രയേലിനെ സംരക്ഷിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണ്. അതിന് മറ്റ് പ്രതിബന്ധങ്ങളൊന്നും തനിക്ക് ബാധകമല്ല. ഇനി മറ്റ് പ്രതിബന്ധങ്ങൾ എന്താണെന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ, ആഭ്യന്തരമായി അമേരിക്ക ജനാധിപത്യ രാജ്യമാണ്. അവിടെ ഒരു പൊതുജന അഭിപ്രായ രൂപീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ഇലക്ഷൻ നേരിട്ടപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നാണ്. അമേരിക്കയെ വിഖ്യാതമാക്കണമെങ്കിൽ, ഗ്രേറ്റ് ആക്കണമെങ്കിൽ ഒറ്റ നിബന്ധനയേ ഉള്ളൂ: അനാവശ്യ സ്പെൻഡിങ് ഒഴിവാക്കണം. വിദേശ രാജ്യങ്ങളിൽ അനാവശ്യമായി തലയിടാൻ പോകരുത്. വിദേശ യുദ്ധങ്ങളിൽ അനാവശ്യമായി പണം നഷ്ടപ്പെടുത്തി അമേരിക്കയുടെ ഐശ്വര്യം നഷ്ടപ്പെടുത്തി കളയരുത് എന്നതായിരുന്നു ട്രംപിന്റെ മുദ്രാവാക്യം. അത് പൂർണ്ണമായി മറന്നുകൊണ്ട് അമേരിക്ക ഒരു യുദ്ധത്തിൽ നേരിട്ടിടപെടുകയാണ്. ഒരു വലിയ ചെലവുള്ള ഒരു കാര്യമാണ്. അതിനുള്ള ട്രംപിന്റെ ന്യായീകരണം ഇത് ഒരുപക്ഷെ അമേരിക്കയുടെ ആത്യന്തികമായ താല്പര്യ സംരക്ഷണം, മധ്യ പൗരസ്ത്യ പ്രദേശത്തെ താല്പര്യ സംരക്ഷണത്തിന് ഈ യുദ്ധം അനിവാര്യമായി വന്നിരിക്കുന്നു, അതുകൊണ്ട് ഇതാ ഇടപെടുന്നു എന്ന് പറയുമ്പോൾ എവിടെയൊക്കെയോ ഒരു കൺസിസ്റ്റൻസിയുടെ കുറവുണ്ട്. അമേരിക്കയുടെ ഒരു റെറ്ററിക്കിനകത്തെ, ഡൊണാൾഡ് ട്രംപിന്റെ തന്നെ റെറ്ററിക്കിൽ ഒരു കൺസിസ്റ്റൻസിയുടെ കുറവ് കാണാം. ആദ്യം തങ്ങൾക്ക് ഈ ആക്രമണത്തിൽ, ഇസ്രായേൽ 10 ദിവസം മുമ്പ് നടത്തിയ ആക്രമണത്തിൽ ഓപ്പറേഷൻ
ഇസ്രയേലി ഓപ്പറേഷനിൽ യാതൊരു താല്പര്യമില്ല. റൈസിംഗ് ലയൺ എന്ന ഓപ്പറേഷനിൽ തങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവുമില്ല, നിങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ല എന്ന് പറഞ്ഞ് ഡൊണാൾഡ് ട്രംപ് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മലക്കം പറയുകയും ഇസ്രായേലിന്റെ യുദ്ധം തങ്ങളുടെയും യുദ്ധമാണ്, ഇസ്രായേൽ എക്കാലത്തും ഞങ്ങളുടെ സുഹൃത്ത് രാജ്യമാണ്, ഇനിയും അങ്ങനെ തന്നെയായിരിക്കും, വേണ്ടി വന്നാൽ സഹായിക്കും എന്ന നിലപാട് മാറ്റുകയും റെഷ്യൂം ചേഞ്ചിനെ കുറിച്ച് ആ ഘട്ടത്തിൽ സംസാരിക്കുന്നില്ല. പിന്നീട് ഇസ്രായേൽ പറയുന്ന അതേ റെഷ്യൂം ചേഞ്ച് ആയത്തുള്ള അലി ഖൊമൈനി മാറിയേ മാറ്റൂ, അദ്ദേഹം രാജിവെക്കണം, പുറത്തു പോകണം, അല്ലെങ്കിൽ കീഴടങ്ങണം, ഇറാൻ കീഴടങ്ങണം എന്ന രീതിയിൽ അമേരിക്ക അന്ത്യശാസനം നൽകുകയാണ്. അതേസമയം ചർച്ചയ്ക്കുള്ള ഓപ്പണായിട്ട് ചർച്ചയ്ക്കുള്ള അവസ്ഥ ഒരുക്കുകയും ചെയ്യുകയാണ്. ഒരേ സമയം തന്നെ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദവും ഒരുപക്ഷെ യുദ്ധ സാധ്യതയും ഒരുപോലെ കൊണ്ടുപോയി. അപ്പോൾ യുദ്ധം നടത്താം, നടത്താതിരിക്കാം, തങ്ങൾക്ക് 14 ദിവസത്തെ സമയം ആവശ്യമുണ്ട് ആലോചിക്കാൻ. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂറിനുള്ളിൽ തന്നെ അമേരിക്ക ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നലെ കേട്ടതല്ല ഇന്ന് കേൾക്കുന്നത്. ആ രീതിയിലുള്ള ഒരു റോളർ കോസ്റ്റർ റൈഡാണ് അമേരിക്കയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് അപ്പാരറ്റസിൽ നമ്മൾ കണ്ടത്. അതിനർത്ഥം അമേരിക്ക ഇതൊരു പക്ഷെ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച കാര്യം തന്നെയാണ്. പുറമെ ട്രംപ് എന്ത് പറയുന്നു എന്നതിലല്ല, മറിച്ച് അമേരിക്ക എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ അമേരിക്ക ഇതാ പ്രവർത്തിച്ചിരിക്കുന്നു, ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുന്നു, എല്ലാ റിസ്കുകളും എടുത്തിരിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും പ്രധാന റിസ്ക് ഡൊമസ്റ്റിക് റിസ്ക് ആണ്. ഡൊമസ്റ്റിക് പോപ്പുലേഷനെ കൺവിൻസ് ചെയ്യാൻ ട്രംപ് ഏറെ ബുദ്ധിമുട്ടും, യാതൊരു സംശയമില്ല. കടുത്ത മനുഷ്യാവകാശ ലംഘനം നടക്കുന്ന ഒരു വശത്തെ, അത് മാത്രമല്ല ട്രംപ് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നാക്കം പോകുന്നു. ലോക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം തനിക്ക് തന്നെ ആയിരിക്കുമെന്ന് ട്രംപ് ഒരു നാൾ പറയുന്നു. ആ സമാധാനം കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് താൻ യുദ്ധം ചെയ്യുന്നത്, ആത്യന്തികമായി സമാധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് താനിപ്പോൾ ബലപ്രയോഗം നടത്തുന്നത് എന്ന് വരെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വയ്ക്കുന്നു. അപ്പൊ ഇതിനകത്തെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച ഒരു തിരക്കഥയനുസരിച്ച് ഒരുപാട് ഡിസ്റ്റോർഷൻ ഗെയിം കളിച്ചതിന് ശേഷം ആത്യന്തികമായി ഇസ്രായേൽ പക്ഷത്ത് നിന്നുകൊണ്ട് അമേരിക്ക ശരിക്കും പറഞ്ഞാൽ കൃത്യമായ വെളിയേറ്റൻ നയം, വെളിയേറ്റന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു നിർണായക ഘട്ടത്തിൽ ഇസ്രായേൽ ചില തിരിച്ചടികൾ നേരിടുകയും കൂടെ ചെയ്ത ഒരു ഘട്ടത്തിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. മറ്റ് ലോകരാജ്യങ്ങൾ എന്തു പറഞ്ഞാലും അത് തങ്ങൾക്ക് ബാധകമല്ല എന്ന ഒരു നിലപാട് മുഷ്കും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് കാട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾ ഇപ്പോൾ വളരെ മടിച്ചാണ് പ്രതികരിക്കുന്നത്. റഷ്യയുടെ ഭാഗത്തുനിന്നും ചൈനയുടെ ഭാഗത്തുനിന്നും ഇറാൻ അനുകൂല പ്രസ്താവനകൾ വന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നു യുദ്ധം ഒഴിവാക്കേണ്ടതാണ്. അവരൊക്കെ ഔപചാരികമായ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഇത്തരുണത്തിൽ വിശകലനം ചെയ്യാനാവൂ. കാരണം അവർ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറൽ ഇങ്ങനെയാണല്ലോ പറയേണ്ടത്. യുദ്ധം തീർച്ചയായും മാനവരാശിക്ക് ദോഷകരമാണ്. യുദ്ധം ചെയ്തിരിക്കുന്നത് അമേരിക്കയാണ്, ഇപ്പോൾ അതിനു മുമ്പ് ഇസ്രായേലാണ്. ഇവരെ അഗ്രസറായിട്ട് പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കളക്റ്റീവ് സെക്യൂരിറ്റിയാണ്. വൺ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ വൺ. ഇതാണ് UN ചാർട്ടറുടെ ആദ്യ ഭാഗം. UN ചാർട്ടർ, UN ഭരണഘടനയുടെ ആദ്യ ഭാഗം. അതായത് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണ വിധേയമായാൽ അത് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ ചുമതലയാണ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ മറ്റ് രാജ്യങ്ങളുടെ ചുമതലയാണ് ആക്രമണകാരിയായ രാജ്യത്തെ ഒറ്റപ്പെടുത്തുകയും ആക്രമണ വിധേയമായ രാജ്യം അതിപ്പോൾ ഇറാനാണ്. ഇറാൻ അനുകൂലമായി രംഗത്ത് വരികയും ചെയ്യുക എന്നത്, കായികമായി തന്നെ രംഗത്ത് വരിക എന്നത് ഒരു ധർമ്മമാണ്. പക്ഷേ അത് പാലിക്കണമെങ്കിൽ ആരാണിപ്പോൾ ആക്രമണകാരി? ഇസ്രയേൽ തുടങ്ങി വെച്ചു, അമേരിക്ക തകർത്താടുന്നു. അമേരിക്കയെ എതിർക്കാൻ ലോകമൊട്ടാകെ വിചാരിച്ചാലും സാധിക്കാത്ത ഒരു അന്തരീക്ഷം. അത് മാത്രമല്ല അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യാപാര പങ്കാളികളാണ് സൗദി അറേബ്യയും GCC രാജ്യങ്ങളും മറ്റ് ഏതാനും മുസ്ലിം രാജ്യങ്ങൾ. അതുകൊണ്ട് ലോകത്തെ ഒറ്റയടിക്ക് അമേരിക്കയെ എതിർത്തുകൊണ്ട് സൈനികമായി മറുപക്ഷത്തെ സംഘടിക്കാനുള്ള ഒരു സംവിധാനം കളക്ടീവ് സെക്യൂരിറ്റി ഉപയോഗിച്ച് ഇല്ല എന്ന് 100% ഉറപ്പായി പറയാം. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന അവിടെ നിശബ്ദമായി ഏതാനും സംസാരമുണ്ടാകുമെന്നല്ലാതെ, വാക്ധോരണി ഉണ്ടാകുമെന്നല്ലാതെ, പ്രസ്താവന സാഹിത്യം ഉണ്ടാകുമെന്നല്ലാതെ പ്രവൃത്തിയിലേക്ക് കടക്കാനാവില്ല. അത് മാറ്റി നിർത്തുന്നു. പിന്നെ അവശേഷിക്കുന്നത് ചൈനയും റഷ്യയുമാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടക്കുന്നതിന് 24 മണിക്കൂർക്ക് മുമ്പ് ഒരു വലിയ പ്രസ്താവന നടത്തി. അമേരിക്ക ഇങ്ങനെ ആണവായുധങ്ങൾ ആക്രമിക്കാൻ, കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചാൽ തങ്ങൾ കയ്യും കെട്ടി നിൽക്കില്ല, നോക്കി നിൽക്കില്ല. ഇത് പറയുന്നതല്ലാതെ നോക്കി നിൽക്കാതെ എന്ത് ചെയ്യാനാവും എന്ന് റഷ്യ കൃത്യമായി പറയുന്നില്ല. പരമാവധി ചെയ്യാനാവുന്നത് ഇറാന് ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുക, വേണമെങ്കിൽ S-300, S-400 മുതലായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഇറാൻ ആക്രമണ വിധേയമാകുമ്പോൾ അവരുടെ ആകാശങ്ങളെ സംരക്ഷിച്ചു നിർത്താനുള്ള ആയുധങ്ങൾ, ഡിഫൻസീവ് ടെക്നോളജി നൽകുക, ആയുധങ്ങൾ നൽകുക. ഇത് മാത്രമേ ഇപ്പോഴത്തെ നിലയിൽ റഷ്യക്ക് ചെയ്യാനാവൂ. ചൈനയ്ക്ക് വ്യാപാര താല്പര്യമുണ്ട് ഇറാനിൽ, അത് മാത്രമല്ല സാംസ്കാരിക താല്പര്യമുണ്ട്. ദീർഘകാലത്തെ സുഹൃത്ത് ബന്ധമാണ്. അമേരിക്ക ആ മേഖലയിൽ മേധാവിത്വം കൊണ്ടുവരുന്നത് ഒരുപക്ഷെ ചൈനയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ചൈനയും പ്രസ്താവനകളിലൂടെ ഇതിനെ അപലപിക്കാമെന്നല്ലാതെ ചൈനീസ് സൈന്യം, റെഡ് ആർമി ഇറാനിലേക്ക് മാർച്ച് ചെയ്യുകയും ഇറാനെ ഡിഫെൻഡ് ചെയ്ത് നിർത്തുകയും ചെയ്യും എന്നത് ഏറ്റവും ഓപ്റ്റിമിസ്റ്റുകളായ ആളുകൾ പോലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അതും
ബന്ധപ്പെട്ട് ചോദിക്കുകയാണ് സർ, ഈ ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് US-നെ വലിച്ചിഴച്ചതിന് പിന്നിൽ കൃത്യമായൊരു നീരാഴിത്തന്ത്രം അത് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഈ ഇറാനെ ഒരു ആണവ ശക്തിയായി കാണാൻ US-നും ഇസ്രയേലിനും ആഗ്രഹിച്ചിരുന്നില്ല. അത് വാസ്തവം നടന്ന ഒരു കാര്യം തന്നെയാണ്, അത് തന്നെയാണ് നടക്കുന്നതും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ US-ഉം ഇറാനും ചർച്ച തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തുന്നത് ഇസ്രയേൽ താല്പര്യപ്പെട്ട ഒരു കാര്യം തന്നെയല്ല. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ യുദ്ധാന്തരീക്ഷം കൂടുതൽ മാറുമ്പോൾ അറബ് രാജ്യങ്ങൾ ഇതിനെ എങ്ങനെയാണ് ഒരു ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുക? മാത്രമല്ല, മറ്റൊരു വിയറ്റ്നാം ചരിത്രം കൂടി ആവർത്തിക്കുമോ എന്നൊരു ഭയം, അല്ലെങ്കിൽ ഒന്നും നമ്മൾ ഭയക്കേണ്ടി വരുമോ? 2-3 കാര്യങ്ങളാണ് ഇവിടെ ഒന്നാമത്തെ ഒരു ചോദ്യത്തിലെ ഒന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത്, ഇത് ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് ആയി മാറുമോ? ഈ അറബ് രാജ്യങ്ങൾ ഇറാന്റെ സഹായത്തിന് എത്തുമോ? അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. എന്റെ അഭിപ്രായം പറയാം. അറബ് രാജ്യങ്ങൾ ഒരിക്കലും സായുധമായി സംഘടിച്ച് ഇറാൻ അനുകൂലമായി നിൽക്കാൻ ആവില്ല. കാരണം അവർക്ക് ഒരുപക്ഷെ അറബ് ലീഗ് അല്ലെങ്കിൽ OIC അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ ഒന്നു ചേർന്ന് ഇസ്രയേലിനെതിരെ ശക്തമായ പ്രസ്താവനകൾ നടത്തി മാറി നിൽക്കാം. അത് മാത്രമേ അവർക്ക് ചെയ്യാനാവൂ. അതേസമയം നോൺ അറബ് രാജ്യങ്ങൾ, ചില രാജ്യങ്ങൾ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്ന രാജ്യങ്ങളാണ്. അവരും ഏതാണ്ട് മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇറാന് ഇപ്പോഴത്തെ നിലയിൽ ഭൗതികമായ പിന്തുണ ആർജിച്ചെടുക്കാൻ ഒക്കുന്ന ഒരു അന്തരീക്ഷം നിലവിലില്ല എന്നത് തന്നെയാണ്. അത് മാത്രമല്ല, ലോകത്താകമാനം ഒരു കൺസെൻസസ് നിലവിലുണ്ട്. ഇറാന്റെ ആണവ പദ്ധതിയാണ് ഇപ്പോൾ യുദ്ധത്തിൽ കലാശിച്ചിരിക്കുന്നത്. 2-3 കാര്യങ്ങളിൽ ലോകം ഒറ്റക്കെട്ടായിട്ട് തന്നെ ചിന്തിക്കുന്നു. അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് വൈരുദ്ധ്യമുണ്ടെങ്കിലും അവരുടെ ചിന്തകൾക്ക് ഇന്ത്യ ഉൾപ്പെടെ, ഈവൻ പാകിസ്ഥാൻ ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെ, അമേരിക്കയും റഷ്യയും ചൈനയും ഉൾപ്പെടെ ഒരു കാര്യം സമ്മതിക്കുന്നു: പുതിയ ഒരു ആണവ പ്ലെയർ രംഗത്ത് വരുന്നത് ഈ രാജ്യങ്ങൾ ഒന്നും തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അതായത് സ്റ്റേറ്റസ് കോ തുടരുക. 9 ആണവ രാജ്യങ്ങൾ, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നീ P5 രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ ഇസ്രയേലും നോർത്ത് കൊറിയയും ഇന്ത്യയും പാകിസ്ഥാനും ചേരുമ്പോൾ 9 രാജ്യങ്ങളായി 10ാമതൊരു രാജ്യം ആണവ രാജ്യമായി ഇറാന്റെ രൂപത്തിൽ കടന്നു വരുന്നത് ഒരു രാജ്യവും സ്വാഗതം ചെയ്യുന്നില്ല. ഇറാൻ അതിനുള്ള അർഹതയുണ്ട് എന്നൊക്കെ ചിലര് പറഞ്ഞു വെക്കുന്നു എന്നതല്ലാതെ ഇറാന് ആണവ കാര്യത്തിൽ പരസ്യ പിന്തുണയുമായി ഒരു രാജ്യവും വന്നിട്ടില്ല. പാകിസ്ഥാൻ പോലും വന്നിട്ടില്ല എന്നത് വ്യക്തമായി നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അക്കാര്യത്തിൽ കൺസെൻസസ് ഉണ്ട്. അതുകൊണ്ട് ലോകത്തിന്റെ സമ്മർദ്ദം ഇറാന്റെ മേലുണ്ടാകാം. നിങ്ങൾ എന്തിന് അമേരിക്കയുമായി മുട്ടം വിട്ടു നിൽക്കുന്നു? നിങ്ങൾക്ക് അതങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്താൽ പോരെ. അമേരിക്കയുമായി ഒരു ആണവ കരാറിലൂടെ ഞങ്ങൾ ഇനി ആണവ സമ്പുഷ്ടീകരണത്തിന് നിൽക്കുന്നില്ല. ഞങ്ങളുടെ ആണവ കപ്പാസിറ്റി മുഴുവൻ ഡിസ്മാന്റിൽ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ അമേരിക്ക തകർത്ത ഫെസിലിറ്റീസും തകർക്കാതെ അവശേഷിക്കുന്ന ഫെസിലിറ്റീസും എല്ലാം തന്നെ നിർവീര്യമാക്കി ഞങ്ങൾ 5% സമ്പുഷ്ടീകരണം നടത്തി വൈദ്യുതി ഉൽപാദനത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം മുഴുവൻ തന്നെ തീരും. അപ്പോൾ അത് അമേരിക്കയ്ക്ക് പൂർണ്ണ വിജയമായി ക്ലെയിം ചെയ്യാം, ഇറാനെ ഒരു പിന്മാറ്റമായി ക്ലെയിം ചെയ്യാം. ഫർദർ ആക്രമണങ്ങൾ നടക്കില്ല. IAEAക്ക് വളരെ സന്തോഷമായിരിക്കും, യൂറോപ്യൻ യൂണിയന് സന്തോഷമായിരിക്കും, എല്ലാവർക്കും സന്തോഷമാകും. പക്ഷേ ഇറാന്റെ അഭിമാനബോധം അവിടെ വ്രണപ്പെടും. അതിന് ഇറാൻ തയ്യാറാകുമോ? ലോകത്തിന്റെ മുഴുവൻ അജണ്ടയാണെന്ന് ഓർക്കണം. എല്ലാവരും ഇറാനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്ന റഷ്യയും പറയില്ല ഇറാൻ ആണവ സാങ്കേതിക വിദ്യ, ആണവ യുദ്ധത്തിലേക്ക്, ആണവ ആയുധ നിർമ്മാണത്തിലേക്ക് പോകണമെന്ന്. സമ്പുഷ്ടീകരണം ഇറാന്റെ അവകാശമാണെന്ന് പറഞ്ഞു വെക്കുന്നു. പക്ഷെ സമ്പുഷ്ടീകരണം ആണവ ആയുധ നിർമ്മാണത്തിനല്ല എങ്കിൽ, ഡിറ്ററൻസിന് വേണ്ടിയുള്ള ആണവ നിർമ്മാണത്തിനല്ല എങ്കിൽ പിന്നെ എന്തിനു സമ്പുഷ്ടീകരണം? എണ്ണ സമ്പന്ന രാജ്യമാണല്ലോ ഇറാൻ. എണ്ണ സമ്പന്നമായ രാജ്യത്തിന് തീർച്ചയായും ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിക്കേണ്ട കാര്യമില്ല എന്ന് ആർക്കും, നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും. അതുകൊണ്ട് ഇറാന്റെ ഇന്റൻഷൻസിനെ കുറിച്ച് ലോകത്തിന് അത്ര നിശ്ചയമില്ല. അതുകൊണ്ട് ഇന്റൻഷൻസ് അത്ര പോസിറ്റീവ് ആകാൻ സാധ്യതയില്ല. എന്നാൽ ഇറാൻ അതിനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ തക്ക ഒരു ഘടന, ഒരു കരാറിന്റെ രൂപത്തിൽ ഈ P5 രാജ്യങ്ങളെല്ലാം അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജർമ്മനിയും കൂടെ ചേർത്ത് അന്ന് 2015 ഒരു ആണവ കരാർ ഒപ്പിട്ടിരുന്നു അമേരിക്കയും ഇറാനും തമ്മിൽ. അതിൽ സാക്ഷികളായി നിന്നത് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെയാണ്. അപ്പൊ റഷ്യയും ചൈനയും അതോടൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കരാർ ചൈനയും റഷ്യയും കൂടെ സാക്ഷികളായി നിർത്തിക്കൊണ്ട് പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം ചേർന്ന് ഇറാന്റെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട ഒരു സമഗ്ര കരാർ 2025 എത്തിച്ചേർന്നില്ല എങ്കിൽ
ഒരുപക്ഷെ അമേരിക്ക അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയും അത് സർവനാശത്തിന് കലാശിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വിവേകപൂർവമായ ഒരു തീരുമാനമെടുക്കും. ഒരുപക്ഷെ ഇറാന്റെ ആത്മാഭിമാനം വ്രണപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇറാന് കൂടി മുഖം രക്ഷിക്കാവുന്ന രീതിയിൽ അമിക്കബിളായ ഒരു സൊല്യൂഷൻ മുന്നോട്ട് വയ്ക്കാൻ കഴിയുമോ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്, അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്, അല്ല എങ്കിൽ അറബ് ലീഗിന് ഒരുപക്ഷെ ഒരു സാംസ്കാരിക മുഖം കൂടി ഇതിനകത്ത് കൊടുക്കും. അറബ് ലീഗും OICയും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്തിയേക്കാം. സൈനികമായ ഇടപെടലല്ല, സമ്മർദ്ദം എന്ന നിലയിൽ അമേരിക്കയുടെ മേലൊരു സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട്. അമേരിക്കയുടെ ബിസിനസ് പങ്കാളികളാണ് സൗദിയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ. അങ്ങനെ നടത്തുന്ന സമ്മർദ്ദത്തിൽ ഒരുപക്ഷെ അമേരിക്കയ്ക്കും ഭാഗികമായി തലയൂരണമെന്നുണ്ട്. ട്രംപിന്റെ കോൺസ്റ്റിറ്റ്യുവൻസി, മാഗ കോൺസ്റ്റിറ്റ്യുവൻസിയോട് ഉത്തരം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ട്രംപ് പറയും, ഞാൻ ബലപ്രയോഗം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇറാൻ ഇപ്പോൾ വഴങ്ങിയതും നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് വന്നതും എന്ന് മേലിനടിക്കാനാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ വിവേകപൂർവമായ തീരുമാനം ഉണ്ടാവുകയും ആണവ വിഷയത്തിൽ ഒരു പരിഹാരമാണ് ആവശ്യം. മറിച്ചാണെങ്കിൽ സാർ, ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഒക്കെ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരുന്നു ഇറാനെ ആക്രമിക്കരുതെന്ന്. പക്ഷേ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ അത് വലിയൊരു പ്രത്യാഘാതം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഈ മൂന്ന് രാജ്യങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. ആ ഒരു നിർദ്ദേശം അമേരിക്ക തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഘർഷത്തിൽ ഈ മൂന്ന് രാജ്യങ്ങളും കൂടെ ഇടപെട്ടാൽ അത് അമേരിക്കയുടെ സകല കണക്കുകൂട്ടലുകളും തെറ്റുമെന്ന് ഉറപ്പല്ലേ? അവരിടപെടില്ല, അവർക്ക് ഇടപെടാനാവില്ല. അങ്ങനെ ഒരു അന്തരീക്ഷമില്ല. ഏതെങ്കിലും കാരണവശാൽ ഇടപെട്ടാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ എത്തിച്ചേരും എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ചൈന അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഇടപെടില്ല. കാരണം ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ ഇത് ചൈനയുടെ യുദ്ധമല്ലല്ലോ, ഇത് റഷ്യയുടെ യുദ്ധമല്ലല്ലോ. അതുകൊണ്ട് ആത്യന്തികമായി ഇറാൻ ഉത്തരം കണ്ടെത്തേണ്ടി വരും. ഇറാനാണ് ഇത് ആണവ സമ്പുഷ്ടീകരണത്തിലേക്ക് നീങ്ങിയത്. അത് ഇറാനെ അവസാനിപ്പിക്കാനും റെജീം ചേഞ്ചിന് വേണ്ടിയുള്ള ഒരു ഉപാധിയായി അമേരിക്ക കരുതി, ഇസ്രായേൽ കരുതി. അത് ഇസ്രായേലിനെ അമേരിക്കയുടെ മിടുക്ക് തന്നെയാണ്, വിത്തിൻ കൊട്ടേഷൻ മിടുക്ക് തന്നെയാണ്. എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തണമല്ലോ. ഒരു റെജീം ചേഞ്ചിന് ഒരു കാരണം, പണ്ട് സദ്ദാം ഹുസൈനെ പുറത്താക്കാനായി കാരണം കണ്ടെത്തി. ജൈവായുധങ്ങളും രാസായുധങ്ങളും വൻതോതിൽ സദ്ദാം ഹുസൈൻ ഉത്പാദിപ്പിക്കുന്നു. അത് ഇറാഖിലെ ഷിയാക്കൾക്കെതിരെയും കുർദുകൾക്കെതിരെയും ഉപയോഗിക്കുന്നു. വൻ മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് സദ്ദാം ഹുസൈന്റെ ഭരണകൂടം പുറത്തു പോയേ തീരൂ. അതുകൊണ്ട് യുദ്ധം ചെയ്തു. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം, ഡെസേർട്ട് ഷീൽഡ്, ഡെസേർട്ട് ഫോക്സ്, ഇങ്ങനെയൊക്കെയുള്ള യുദ്ധം ചെയ്തു. അവസാനം സദ്ദാം ഹുസൈനെ പുറത്താക്കി നോക്കിയപ്പോൾ അവിടെ യാതൊരു ആയുധങ്ങളുമില്ല, ജൈവായുധവുമില്ല, രാസായുധവുമില്ല, യാതൊന്നുമില്ല. ഇറാഖ് തവിട് പൊടിയായി കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ ഈ ആക്രമിക്കാൻ പറയുന്ന ന്യായീകരണങ്ങൾ, ഇപ്പോൾ ആണവ സമ്പുഷ്ടീകരണം നടക്കുന്നു, പക്ഷെ ആണവായുധങ്ങൾ ഇറാൻ ഇപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ടില്ല എന്നത് കൃത്യമായി നമുക്കറിയുകയും ചെയ്യാം. അപ്പോൾ പിന്നെ എന്തിനാണ് യുദ്ധം എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷരായ പല ആളുകളുമുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു വശമാണ്. ഒരു കാരണം കണ്ടെത്തി യുദ്ധത്തിലേക്ക് നീങ്ങിയ സ്ഥിതിക്ക് അതാകുന്നു പാരഡൈം. അതുകൊണ്ട് ഇപ്പോൾ ചൈനയോ റഷ്യയോ രംഗത്ത് വന്നാൽ, ആക്റ്റീവായി മിലിറ്ററിസ്റ്റിക് ആയി രംഗത്ത് വന്നാൽ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ട് അവർ രംഗത്ത് വരും എന്ന് ഈ ഘട്ടത്തിൽ കരുതാനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഏക മാർഗം നെഗോസിയേഷൻ മാത്രമാണ്. സമയക്കുറവുകൾ മൂലം ഞാൻ ഇടപെടുകയാണ് സാർ. എന്നാലും വളരെയധികം നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.